ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്ലേ ബോയ്സ് ആയിട്ടുള്ള ആമ്പിള്ളേരുടെ ഒരു പ്രത്യേകതയും അല്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ പോയിട്ട് പ്ലേ ബോയ്സിൽ പെട്ടെന്ന് തന്നെ പ്രണയത്തിലാവുന്നത് അല്ല അങ്ങനത്തെ ആൾക്കാരെ കയ്യിൽ പോയി അകപ്പെടുന്നത് എന്നതിന്റെ കുറച്ച് പോയിന്റ്സ് നമുക്കിന്ന് പരിചയപ്പെടാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്ലേ ബോയ്സിന് സ്ത്രീകളുടെ വീക്ക് പോയിന്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു സ്ത്രീനെ അവർ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് ആ സ്ത്രീന്റെ ദൗർബല്യം എന്താണ്. ഇപ്പൊ ഓരോ സ്ത്രീകൾക്കും ഓരോ ദൗർബല്യം ഉണ്ട്. ചിലപ്പോൾ ചിലവർക്ക് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് ഇപ്പൊ ഹസ്ബൻഡിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും, അല്ലെ മറ്റു ചിലർക്ക് ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആയിരിക്കും. ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് ഫാമിലിയിൽ ഒരു സ്നേഹം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല, ഒരു പരിഗണന കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഓരോ സ്ത്രീയുടെയും വീക്ക്നെസ് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്ലേ ബോയ്സ് അവരെ അടുത്ത് കൂടുന്നതും അവരോട് ഒരു സ്നേഹം കാണിച്ച് മുന്നോട്ട് പോകുന്നതും. ഈ വീക്ക് പോയിന്റിൽ കറക്റ്റ് അവർ കയറി പിടിക്കും. അവർക്ക് എന്താണോ അവർ ദൗർബല്യം അനുഭവിക്കുന്നത് ആ ഒരു കാര്യം ഈ പ്ലേ ബോയ്സ് വളരെയധികം അവർക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ തന്നെ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ഇത്തരക്കാരിൽ അഡിക്റ്റഡ് ആവുകയും പ്രണയത്തിലാവുകയും ചതിക്കുഴിയിൽ ഏർപ്പെടുകയും ചെയ്യും. അവിടെ നമുക്ക് ഒരു പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ലുക്കോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക നിലവാരമോ ഇതൊന്നും അവിടെ പ്രശ്നമില്ല. അത് ഡിപ്പെൻഡ് അപ്പൺ സ്ത്രീയാണ്. ആ സ്ത്രീക്കിന്റെ നീഡ്സ് എന്താണോ ആ നീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ പ്ലേ ബോയ് അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഒരു ഫിനാൻഷ്യലി പ്രോബ്ലം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ മുന്നിൽ പോയിട്ട് ഒരുപാട് ഫിനാൻഷ്യലി കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടായിരിക്കും ഈ പ്ലേ ബോയ്സ് അഭിനയിക്കുക. അല്ല ഒരു സ്നേഹം ദൗർബല്യം അനുഭവിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഈ പ്ലേ ബോയ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും ആ സ്ത്രീന്റെ മുന്നിൽ പോയിട്ട് അഭിനയിക്കുക. അപ്പൊ അത്തരക്കാരിൽ പെട്ടെന്ന് തന്നെ സ്ത്രീകൾ വീഴാനും ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ആണ്. ഇവര് തുടക്കത്തിൽ വളരെയധികം അവൈലബിൾ ആയിട്ട് സ്ത്രീന്റെ മുന്നിൽ കാണിക്കുന്നതായിരിക്കും. ഏത് സമയത്ത് സ്ത്രീ ആവശ്യപ്പെടുന്ന സമയത്തും അല്ലെങ്കിൽ ഏത് സമയത്ത് സ്ത്രീക്ക് ആവശ്യം വരുന്ന സമയത്തും ഇവർ വളരെയധികം അവൈലബിലിറ്റി ആ സ്ത്രീന്റെ മുന്നിൽ കാണിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് സ്നേഹിക്കുന്ന പുരുഷന്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പലപ്പോഴും ആ സ്നേഹിക്കുന്ന പുരുഷന്റെ പ്രസൻസ് കിട്ടാതാവുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ പ്ലേ ബോയ്സിനെ സംബന്ധിച്ച് അവർ ഭയങ്കര അവൈലബിൾ ആയിരിക്കും സ്റ്റാർട്ടിങ് ടൈമിൽ. പിന്നെ ഇവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് ഈ സ്ത്രീയിൽ നിന്ന് വിട്ടുപോവുക. അപ്പൊ സ്റ്റാർട്ടിങ് ടൈമിൽ ഈ അവൈലബിലിറ്റി കാണുന്ന സ്ത്രീകൾ വിചാരിക്കും ഇവൻ ഏത് സമയം നമ്മുടെ കൂടെ ഉണ്ട്, ഏത് സമയത്ത് വിളിച്ചാലും അവൈലബിൾ ആണെന്നുള്ള ആ അവൈലബിലിറ്റിയാണ് ഇവരുടെ സെക്കൻഡ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അവൈലബിലിറ്റി കൊടുക്കുന്ന സമയത്ത് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അതിൽ വീണു പോവുകയാണ് ചെയ്യാറ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ഹീറോസ് ആയിരിക്കും. കാരണം ഇവര് റൊമാൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇവർ അൺലിമിറ്റഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും പല സ്ത്രീകൾക്കും തന്റെ പുരുഷനിൽ നിന്ന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അവർ എക്സ്പ്രസ് ചെയ്യില്ല ലവ്. പക്ഷെ പ്ലേ ബോയ്സിനെ സംബന്ധിച്ച് അവർ ഭയങ്കരമായിട്ടും അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്ത് കാണിക്കും. അതൊരു അഭിനയം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ എക്സ്പ്രസിങ് ലവ് എന്ന് പറയുന്നത് ഈ പ്ലേ ബോയ്സിനെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഘടകമാണ്. അതിൽ സ്ത്രീകൾ പലപ്പോഴും വീണു പോവാറാണ് പതിവ്. കാരണം എല്ലാം അവരുടെ വാക്കുകൾ തൊട്ടിട്ട് അവരുടെ പ്രവൃത്തിയിൽ വരെ എക്സ്പ്രസിങ് ലവ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ടോവിനോനെ ഒക്കെ കണ്ടില്ലേ, ടോവിനോന്റെ ഇപ്പൊ റൊമാൻസ് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന റൊമാൻസ് ആണ്. കേറി അങ്ങ് കിസ് ചെയ്യുക, അല്ലെ കേറി അങ്ങ് ഹഗ് ചെയ്യുക, അല്ലെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള നോട്ടം, അല്ലെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ പ്ലേ ബോയ്സിന് ഭയങ്കര കൂടുതലായിരിക്കും. ആ ഒരു റൊമാൻറ്റിക് മൊമെന്റ്സിൽ തന്നെ സ്ത്രീകൾ ഭയങ്കരമായിട്ടും അഡിക്റ്റഡ് ആയിട്ട് വീഴുന്നതായിരിക്കും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ഭയങ്കര കെയറിംഗ് ആയിട്ടായിരിക്കും. ഇവരെ കെയറിംഗ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവരെ കെയറിംഗിൽ തന്നെ പലപ്പോഴും സ്ത്രീകൾ വീണു പോകും. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കെയറിംഗ് തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഇപ്പൊ അവർക്ക് ഒരു അസുഖം വരുന്ന സമയത്തേക്കും പെട്ടെന്ന് അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ ഒരു തലവേദനയാന്ന് പറയുമ്പോഴത്തേക്കും തലവേദന മാറിയോ, മെഡിസിൻ കഴിച്ചോ, നീ ഭക്ഷണം കഴിച്ചോ എന്നിട്ട് ഭയങ്കര ഒരു കെയറിംഗ് ആയിരിക്കും ഇവർ സ്റ്റാർട്ടിങ് ടൈമിൽ കാണിക്കുക. ആ കെയറിംഗിൽ തന്നെ എല്ലാ സ്ത്രീകളും അഡിക്റ്റ് ആവും. കാരണം ഈ പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ്സും കൂടിയാണ്. അപ്പൊ ആ നീഡ്സ് തന്നെയാണ് അവർ കയറി അങ്ങ് അപ്രോച്ച് ചെയ്യുന്നതും ആ സ്ത്രീകളെ അവരുടെ ഓരോ സർക്കിളിൽ പോയിട്ട് വീഴാൻ പ്രേരിപ്പിക്കുന്നതും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ഗിഫ്റ്റ് എല്ലാം വാങ്ങി കൊടുക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ ഇവർക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ സർപ്രൈസ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്ലേ ബോയ്സ് വളരെയധികം ശ്രമിക്കും. അൺഎക്സ്പെക്ടഡ് ആയി ഗിഫ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒന്ന് ട്രാവൽ പോകുന്നതായിരിക്കാം, ചിലപ്പം നല്ല നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളും കൂടി ഇവര് ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ആ സ്ത്രീന്റെ താല്പര്യം ഏതൊരു മേഖലയിലാണോ ആ മേഖലയും വെച്ചിട്ടായിരിക്കും ഇവര് കൂടുതലും അവരെ അപ്രോച്ച് ചെയ്യുന്നത്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ കൂടെ ട്രാവൽ ചെയ്യാൻ പോകും. സിനിമ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ സിനിമ കാണാൻ വേണ്ടി പോകും. അവിടെ ചില സമയത്ത് പല സ്ത്രീകളും പൈസയൊന്നും മോഹിക്കുന്നില്ല. കാരണം അവർക്ക് അവൈലബിലിറ്റി ആണ് വേണ്ടത്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ പ്ലേ ബോയ്സ് പറയാണ് എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇവരെയും കൂട്ടി സിനിമയ്ക്ക് പോകുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇവരെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോകുന്ന സിറ്റുവേഷൻ
സിറ്റുവേഷൻ വരെ വരും. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഇവരുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ ആയി മാറി കഴിഞ്ഞിട്ട് സ്ത്രീകൾ അങ്ങോട്ട് എല്ലാവർക്കുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. അവിടെ വൃത്തിയോ വെടുപ്പോ അല്ലെങ്കിൽ ആ പുരുഷന്റെ ഒരു കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അയാളുടെ ഒരു ക്വാളിറ്റിയോ ഒന്നും അവിടെ ഇമ്പോർട്ടന്റ് അല്ല. അവർക്ക് വേണ്ട ഒരു 4-5 പോയിന്റ്സ് ആ പേഴ്സണിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾ അവിടെ ഇഷ്ടം കാണിക്കുകയും അവരിൽ പോയി അഡിക്റ്റഡ് ആയി മാറുകയും ചെയ്യും. അപ്പൊ ഇതാണ് പ്ലേ ബോയ്സിന്റെ ഒരു ബിഹേവിയറിൽ പോയിട്ട് സ്ത്രീകൾ എന്തുകൊണ്ടാണ് വീഴുന്നത് എന്നതിന്റെ കുറച്ച് സൈക്കോളജിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ്സിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസായി നമുക്ക് മുന്നോട്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.